ആഷ ലോറൻസ് ചേരുന്നു. ആഷ ലോറൻസ്, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ മരണശേഷം തൻ്റെ മൃതദേഹം, ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ 4 മക്കളുണ്ട് അല്ലേ? ആരോടെങ്കിലും ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഒരിക്കലും കുടുംബ സദസ്സിലോ എവിടെയും പറഞ്ഞതായിട്ട് ഇതുവരെ, ഈ ഇന്നലെ വാർത്തയിൽ കൂടി അറിയുന്നത് വരെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൻ 2021 ബെഡ്രിഡനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അപ്പന് ബോധമുണ്ടായിരുന്നു. അപ്പോഴും താമസ സ്ഥലത്തിന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്യപ്പോഴും അവസാനമാണെന്ന് അപ്പനും അറിയാമായിരുന്നു. അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ബൈസ്റ്റാൻഡറിന്റെ പേര് ജോസ് എന്നാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വിശ്വാസത്തിലേക്ക് വന്ന ആളാണെന്ന് എന്നും കൊന്ത ചൊല്ലി സങ്കീർത്തനം 91 വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാചകമാണ് അതിലുള്ളത്, വാക്കുകളാണ്. അത് ചൊല്ലിക്കൊടുക്കുമായിരുന്നു. ഞാൻ എഴുതിയതെല്ലാം സത്യമാണ്. പിന്നെ അപ്പൻ ഹിന്ദു ആയിരുന്നെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും വരില്ലായിരുന്നു. ഒരു ക്രിസ്ത്യാനി ആയതിന്റെ ഒറ്റപ്പെടൽ അപ്പൻ തുടക്കം തൊട്ട് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. CPM ആയിരുന്നപ്പോൾ ഇത് ഈഴവ പാർട്ടിയായിരുന്നു. ഇപ്പൊ അതൊരു മുസ്ലിം മെജോറിറ്റി പാർട്ടിയായി മാറി. അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷേ അപ്പൻ അന്നും ഇന്നും ക്രിസ്ത്യൻ ലേബിളിൽ അപ്പൻ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളതാണ്. അത് ഇപ്പൊ അപ്പന് മത്തായി ചാക്കോയ്ക്ക് അന്ത്യകൂദാശ കൊടുത്തത് പിന്നീട് താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞപ്പോഴാണല്ലോ കേരളം മുഴുവൻ ഒരു പുതിയ വാക്ക് പഠിച്ചത്. കേരളം മുഴുവൻ അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ വാക്ക് പഠിച്ചത് അപ്പോഴാണ്. നികൃഷ്ടജീവിന്ന് പിതാവിനെ വിളിച്ചത്, താമരശ്ശേരി പിതാവിനെ വിളിച്ചത്. എൻ്റെ അപ്പനും ഇന്നലെ മെനിയാന്ന് വൈകിട്ട് അന്ത്യകൂദാശ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കൊടുത്തത് സ്വന്തം മകളാണ്. പേര് സുജ ദുബായിൽ എഞ്ചിനീയറാണ്, ഇപ്പൊ നാട്ടിലുണ്ട്. അവര് കടുത്ത ഈശ്വര വിശ്വാസിയാണ്. ബൈബിൾ ഫോളോ ചെയ്ത് 24 hours എന്നുള്ളത് പോലെ അവർ ബൈബിൾ ഹോൾഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു ആളാണ്. അവര് എഴുതിയ ചാറ്റ് ഞാൻ അനിൽ നമ്പ്യാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവര് എൻ്റെ മകൻ മിലന് ചാറ്റ് അയച്ചു കൊടുത്തത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ വേണമെങ്കിൽ. അതിൽ എഴുതിയിട്ടുണ്ട്, പ്രേ ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ കൊടുത്തു, അപ്പച്ചൻ്റെ ഹാർട്ട് ബീറ്റ് ഉയർന്നു, 36 72 എന്തോ ആയി എന്നും പറഞ്ഞിട്ട്. അപ്പൊ അത് ഒരു വിശ്വാസി ഇപ്പം ബോംബെയിലൊക്കെ അൽമായർ എന്ന് പറഞ്ഞ വിശ്വാസികൾ, പുരോഹിതരല്ലാത്തവര് അല്ലെങ്കിൽ നൺസും അല്ലാത്തവർക്ക് ഹോളി കമ്മ്യൂണിയൻ കൊടുക്കാം വിശ്വാസികൾക്ക് ആൾ കൂടുമ്പോൾ. അതുപോലെ സ്വയം ഒരു പ്രീസ്റ്റിനെ പോലെ ചേച്ചി എന്തായാലും അപ്പച്ചന് അന്ത്യകൂദാശ കൊടുത്തിട്ടുണ്ട്. അപ്പച്ചൻ അത് കൈക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് അപ്പൻ എഴുതി വെച്ചതായിട്ട് എനിക്ക് ഒരു പ്രൂഫും ഇല്ല. അല്ലെങ്കിൽ പാർട്ടി കാണിക്കട്ടെ. പാർട്ടി തീരുമാനിക്കാൻ പാർട്ടിയുടെ മാത്രമൊന്നും അല്ല, അപ്പൻ കുടുംബത്തിന്റെയും കൂടിയാണ്. ബാക്കി എല്ലാവരെയും കുടുംബത്തിന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് അപ്പനോട് മാത്രം എന്താണ് പാർട്ടി ഇങ്ങനെ ഏറ്റെടുക്കുന്നത്? പാർട്ടി സ്വത്ത് മാത്രമായിട്ടൊന്നും അങ്ങ് ഏറ്റെടുക്കാൻ പറ്റൊന്നുമില്ല. അപ്പനെ കൊണ്ടേ ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ ആക്കാൻ പറ്റില്ല. സ്റ്റഡി മെറ്റീരിയൽ ആക്കണ മൃതദേഹങ്ങളൊക്കെ അപമാനിക്കപ്പെടുകയാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇന്ത്യയിലെങ്കിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കേരളത്തിൽ ഇനി അത് അപമാനിക്കപ്പെടാൻ ഇത് പാർട്ടി ഇതൊരു ട്രെൻഡാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം കഴിഞ്ഞ ആഴ്ചയാണ് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തത്. ഇനിയിപ്പോ മരിക്കുന്ന സഹാക്കന്മാരുടെയൊക്കെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കണം എന്നാണോ? അത് ഇനി അവരുടെ വേറെ സഖാക്കളുടെയും കൊടുത്ത് MM ലോറൻസിന്റെ കൊടുക്കില്ല. മെഡിക്കൽ കോളേജ് അപ്പൻ മക്കളിൽ ഒരാളെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് ലീഗലി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്റെ കൺസെന്റ് ഇല്ലാണ്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഞാൻ കോടതിയെ സമീപിക്കും. അതും കൂടി ഞാൻ പബ്ലിക്കലി പറയുവാണ്. ശ്രീമതി ആഷ, ഈ തീരുമാനം ഇത് സംസ്ഥാന തലത്തിൽ നിന്നാണോ വന്നത്, അതോ CN മോഹൻ എടുത്ത തീരുമാനമാണോ? CN മോഹൻ എനിക്കറിയില്ല. CN മോഹൻ കയറി കണ്ടു എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു. അയാളാണല്ലോ എല്ലാം ജില്ല മൊത്തം ഭരിച്ചിരിക്കുന്നത്. അയാളെയും പാർട്ടിനെയും അയാളുടെ സഖാക്കളെയും ഭരിച്ചാൽ മതി. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി ഭരിക്കേണ്ട കാര്യമില്ല. അയാൾ പണ്ടും എന്നെയും മകനെയും ഭീഷണിപ്പെടുത്താനും അപമാനിക്കാനൊക്കെ വന്നതാണ്. പെമ്മക്കൾ ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾക്ക് 2 പെമ്മക്കളെ ഉള്ളത്. എന്നിട്ട് അയാൾ പറയണത് പെമ്മക്കൾ വേണ്ട, പാർട്ടിയും ആമക്കളും ഉണ്ടെന്ന്. ആമക്കൾ നോക്കാത്തത് കൊണ്ടാണ് ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി നിന്നതും അന്ന് അപ്പൻ അവിടെ നിന്ന് ഒഴിവാക്കിയതൊക്കെ അനിൽ നമ്പ്യാർക്കും അറിയാൻ. ഞാൻ അവിടെ മറുപടിയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം നിരന്തരമായിട്ട് എന്നെ അപമാനിക്കുവാണ്. ഇപ്പോഴും അപ്പം മരിച്ചു കിടക്കുമ്പോഴും അപ്പൻ എന്നെ തള്ളിപ്പറഞ്ഞു എന്നുള്ള പോലത്തെ ആ ഫേക്ക് ഒരു പോസ്റ്റാണ് ഇപ്പോഴും ആഘോഷിക്കുന്നത്. എന്ത് കാര്യത്തിന്? എന്റെ അപ്പം മരിച്ചു കിടക്കണു, എന്നെ തള്ളിപ്പറഞ്ഞെങ്കിൽ അപ്പന്റെ അല്ല എന്നുള്ളത് സത്യമാണ്. അതൊക്കെ സത്യം. ഞാൻ അനിൽ നമ്പ്യാരോടും പറഞ്ഞിട്ടുണ്ട്, ഷാജൻ സക്കറിയയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് മാതിരിയാണ്. CN മോഹന്റെ പെമ്മക്കളുടെ കാര്യം തീരുമാനിക്കട്ടെ. വിദേശത്ത് പഠിപ്പിക്കുവോ
അവിടെ കൊണ്ട് പഠിപ്പിക്കുകയോ ചെയ്യട്ടെ. ഞങ്ങളുടെ അപ്പൻ അടക്കണത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ CN മോഹന്റെ അടിമയെ പോലെ നടക്കുന്ന MM ലോറൻസിന്റെ മൂത്ത മകൻ മാത്രം തീരുമാനിച്ച പോരോ ഇത്. അയാൾ പാർട്ടി മെമ്പറാണ്, വർഷങ്ങളായിട്ട് പാർട്ടി മെമ്പറാണ്, അയാൾ സീനിയർ ഗവൺമെന്റ് ലീഡറാണ്. അപ്പൊ ആ സ്ഥാനം നിലനിർത്തണം. പാർട്ടി അടിമയെ പോലെ നിൽക്കുന്നവര് പാർട്ടി പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തങ്ങ് പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. യെച്ചൂരിനെ ആക്കിയത് മാത്രമല്ലല്ലോ, നായനാർ, EKG, EMS, സുന്ദരയ്യ, ഇങ്ങനെ എല്ലാവരെയും അടക്കിയത് ഇങ്ങനെയാണ്. EMS സഖാവിന്റെ മകനെയൊക്കെ ഇങ്ങനെ എല്ലാവരും മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യം. ആരെ കൊടുത്തു ആരെ കൊടുക്കുന്നില്ല എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ അപ്പനെ അപമാനിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ത് വന്നാലും. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ലീഗലി ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഉറച്ച തീരുമാനത്തിലിരിക്കുന്നത്. ഞാൻ വിജയരാഘവനെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു കോൺട്രോവേഴ്സി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. കോൺട്രോവേഴ്സി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് അവരെന്താണ് എന്നെ വിളിച്ച് ചോദിച്ചു. അല്ല, ഇനി 24 മണിക്കൂർ പോലും ഇല്ല. കാരണം നാളെ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുന്നു. അത് കഴിഞ്ഞ് ടൗൺ ഹാളിൽ ദീർഘനേരം പൊതുദർശനത്തിന് വെക്കുന്നു. 4 മണിക്ക് ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം എടുത്ത ശേഷം നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ കൊണ്ടുപോകില്ലല്ലോ. നേരെ മെഡിക്കൽ കോളേജിൽ ആര് കൊണ്ടുപോകാൻ പോണു? കൊണ്ടുപോയില്ലല്ലോ. എന്നെ എന്റെ മകനെയും അവിടെ അപമാനിക്കാനും ഭീഷണിപ്പെടുത്താനും റെഡ് വോളണ്ടിയേഴ്സിനെ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ വെട്ടിക്കൊല്ലാനോ എന്തിനെങ്കിലും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മലയാളികൾ ജനങ്ങൾ അറിയട്ടെ. ഞാൻ തയ്യാറാണ്. എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുക. ഞാൻ MM ലോറൻസിന്റെ മകൾ തന്നെയാണ്. അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൻ ഇടവക മെമ്പറാണല്ലോ, ഇടവക അംഗമാണല്ലോ. കത്രിക്കടവ് പള്ളിയിലെ അപ്പന്റെ രജിസ്റ്റർ ബുക്ക് അനിൽ നമ്പ്യാർ ഇപ്പൊ തന്നെ എടുപ്പിക്ക്, അല്ല തിരുത്തൊന്നും വരുത്തുന്നതിന് മുമ്പ് തന്നെ എടുപ്പിക്ക്. അപ്പൻ ഇടവക അംഗമാണല്ലോ. അപ്പം പള്ളിയിൽ വെച്ചിട്ടാണല്ലോ അമ്മയെ കല്യാണം കഴിച്ചത്. അല്ല, അത് മാത്രമല്ല MM ലോറൻസ് മാമോദീസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു. പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ലേ? അതെ, ആണല്ലോ. ഫോട്ടോ ഇട്ടിട്ടല്ലോ അപ്പം പള്ളിയിലല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്. അല്ലാണ്ട് പാർട്ടി ഓഫീസിൽ പോയിട്ട് ആരെങ്കിലും സ്ഥാനാർത്ഥികളുടെ ആരുടെങ്കിലും നേതൃത്വത്തിൽ എല്ലാവരും കല്യാണം കഴിക്കുന്ന പോലെയാണ് എൻ്റെ അപ്പം കല്യാണം കഴിച്ചിരിക്കുന്നത്. കുർബാന നടത്തി ജക്കോബൈറ്റ് പള്ളി വെച്ചിട്ടാണ് അപ്പച്ചൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഫോട്ടോ ഞാൻ 1959 ഫോട്ടോ ഞാൻ FB ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൻ മൂത്ത മകന്റെ കല്യാണത്തിന് എന്റെ കയ്യിൽ ഇപ്പൊ ആൽബം ഒന്നുമില്ല. മൂത്ത മകൻ, ഈ പാർട്ടി മെമ്പറായിട്ടുള്ള മൂത്ത മകൻ സജീവൻ കല്യാണം കഴിച്ചത് പള്ളി വെച്ചാണല്ലോ ട്രിവാൻഡ്രത്ത്. ഭാര്യ ട്രിവാൻഡ്രത്ത് ഉള്ളവരാണ്. അവരുടെ ഏത് പള്ളിയിലായിരുന്നെന്ന് അറിയില്ല. ഞാൻ അന്ന് പോയിരുന്നില്ല കല്യാണത്തിന്. എനിക്ക് എന്തോ സുഖമില്ലാത്ത കാരണം തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ പറ്റിയില്ല. അത് മനോരമ ഇന്നലെ ന്യൂസ് ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൻ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ, മകന്റെയും മരുമകളുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ. അപ്പം പറഞ്ഞിട്ടില്ല. അപ്പനെ പത്രക്കടവ് പള്ളിയിൽ അടക്കുക, എല്ലാ ആചാരപ്രകാരം അടക്കുക. ഇന്നത്തെ കാലത്ത് ഇപ്പൊ സഭയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ അതൃപ്തിയൊന്നും ഇല്ല. തെമ്മാടിക്കുഴിയിൽ അടക്കേണ്ട ഗതികേടും ഇല്ല. ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യൻ സഭയൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. മത്തായി ചാക്കോയ്ക്ക് അന്ത്യകൂദാശ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ അന്ത്യകൂദാശ സ്വന്തം മകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൻ അത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൻ അത് കാരണം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കോ, എന്തായാലും വെക്കോ, നാളെ ഏതെങ്കിലും പള്ളിയിൽ അടക്കുക. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അഥവാ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മരണശേഷം അനന്തരാവകാശികൾക്ക് തീരുമാനിക്കാം. അതാണ്, കുടുംബത്തിനാണ് അവകാശം, അതാണ് നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിനൊന്നും സ്വീകരിക്കാൻ നിയമമില്ല എന്നാണ് ഞാനും മനസ്സിലാക്കിയത്. അല്ല, ശ്രീമതി ആഷ, ഇപ്പൊ പാർട്ടിക്ക് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം ഇപ്പോഴേ എങ്ങനെയാണ് പൊട്ടിമുളച്ചത് അദ്ദേഹത്തോട്? ആഘോഷിക്കാൻ ഇനി ആഘോഷിക്കാൻ VS കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇപ്പൊ 3 വർഷമായിട്ട് 3 വർഷമായിട്ട് അപ്പം നോക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിൽ വരണത് താങ്കളുടെ ചാനലിലാണ്. എന്നെ അപമാനിച്ചൊരു പോസ്റ്റ് ഇട്ട് കേരളം മുഴുവൻ ആഘോഷിച്ച് എന്നെ അപമാനിച്ചപ്പോഴാണ് ഞാൻ നിവൃത്തികേട് കൊണ്ട് ഇതിൽ വരുന്നത്. ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആളായിരുന്നു. ഞാൻ ഓരോ വാക്കും ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ, ഏത് ഉറക്കത്തിൽ നിങ്ങൾ ആര് വിളിച്ചു ചോദിച്ചാലും ഞാൻ ഇത് തന്നെ പറഞ്ഞിരിക്കും. അപ്പനെ ഇപ്പോഴും നോക്കുന്നത് 2 COTക്കാരാണ്. അതിന്റെ കണക്ക് വരെ പബ്ലിക് കമന്റ് വന്നിട്ട്, എടി നീ എത്ര പ്രാവശ്യം നിന്റെ അപ്പനെ കാണാൻ പോയിട്ടുണ്ട്, എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. എന്റെ ഏതില്ലായ്മയിൽ എന്റെ അപ്പനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പനെ മനഃപൂർവ്വം സെഡേഷൻ കൊടുത്തിടും, അപ്പൻ പാർട്ടി കാര്യം പറയാണ്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയാനായിട്ട് ഇരിക്കാനായിട്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പനെ നോക്കുന്നതിന്റെ കണക്ക് വരെ പറയുവാണ്. ഇത്രയും ത്യാഗം ചെയ്ത അപ്പനെ നോക്കുന്നതിന്റെ ഞങ്ങളല്ലേ, പാർട്ടിയല്ലേ കൊടുക്കുന്നതെന്ന്. പാർട്ടി ചെലവ് കൊടുത്തതിന്റെ കണക്ക് പോലും പറയുവാണ്. ആ കണക്ക് പറഞ്ഞുകൊണ്ട് അപ്പനെ എടുത്തോണ്ട് പോകാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ അപ്പൻ വോയിസ് ക്ലിപ്പിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കാണിക്കുക.
ഇല്ലെങ്കിൽ എഴുതി അപ്പച്ചന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ 3 വർഷമായിട്ട് അത് ചിലപ്പോൾ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ ഇത് മാറിയിട്ടുണ്ട്. അത് മാറിയിട്ടുണ്ട്. പിന്നെ അപ്പൻ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് മൂത്ത മകള് സുജയുടെ വീട്ടില് ചക്കരപ്പറമ്പിൽ കൊണ്ടുപോയപ്പോൾ സുജയും നോക്കുന്നവരൊക്കെ എന്നും പ്രാർത്ഥനയിൽ പോകുന്നൊരു ഫാമിലിയാണ്. അവിടെ എപ്പോഴും പ്രാർത്ഥന തന്നെയായിരുന്നു. അവിടെ വെച്ചിട്ട് അമ്മ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അതിലൊരു പോസ്റ്റ് ഇട്ടു. അപ്പനെ ഇപ്പൊ അമ്മ എന്ന് വിളിക്കണം, അമ്മയും ദൈവവും ഒക്കെ ഒന്നാണ്, അതൊരു തിരിച്ചറിവാണെന്ന് പറഞ്ഞു. അപ്പനൊരു ഭയം പോലെയൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. താഴെ ഉയർന്ന കട്ടിലിൽ കിടക്കുമ്പോൾ ഇത്രയും സ്റ്റെബേൺ ആയിട്ടുള്ള ഒരാൾക്ക് ഉയർന്ന കട്ടിലിൽ നിന്ന് വീണു പോകുന്നൊരു ഭയം, അത് നാളെ നമ്മൾക്കും ഒക്കെ വരാവുന്ന ഒരു സ്റ്റേജാണ്. അതെല്ലാം പറ്റി ഞാൻ വിശദമായിട്ട് എഴുതിയപ്പോൾ അത് മറുനാടൻ ഷാജന്റെ വീഡിയോയില് തംബ്ലൈൻ കൊടുത്തത് സഖാവ് ലോറൻസും ഈശ്വര വിശ്വാസിയായി എന്നും പറഞ്ഞിട്ട് അതങ്ങനെ കൊടുത്തു. അത് തംബ്ലൈനൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ റീച്ച് ആവാനൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അത് കണ്ട ഉടനെ അന്നോ പിറ്റേ ദിവസം തന്നെ സുജ, ഈ മൂത്ത മകൾ, എന്റെ എൽഡർ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു. അല്ല ശ്രീമതി ആശ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോ ഒരു വിവാദമായ സാഹചര്യത്തിൽ ഇപ്പൊ പാർട്ടി പറയുന്നു, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മൂത്ത മകൻ പാർട്ടി അടിമത്തം, അദ്ദേഹത്തിന് ഗവൺമെന്റ് പ്ലീഡർ പദവിയുണ്ട്, അത് നിലനിർത്തണം, പാർട്ടി പറയുന്നതിനോട് സഹകരിച്ചേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിന്നെ ഉറപ്പ് ആ മൂത്ത മകനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശ പണ്ട് മുതലേ ലോറൻസിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ആ രീതിയിൽ ഒരു പക്ഷേ ഇതിനെ ലാഘവത്തോടെ കണ്ടുകൊണ്ട് അവരുടെ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാലോ? തീരുമാനിച്ചാൽ അതാ പറഞ്ഞ, അവർ മുന്നോട്ട് തീരുമാനിച്ചാൽ മെഡിക്കൽ കോളേജിനെതിരെ എനിക്ക് കേസ് കൊടുക്കാമല്ലോ. മെഡിക്കൽ കോളേജിന് ഇത് നിയമപരമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല ആർക്കെങ്കിലും മക്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ. അപ്പച്ചനായിട്ട് അകന്നത് ദീർഘകാലമായിട്ടൊന്നുമല്ല, റീസെന്റ് ഉണ്ടാകുന്ന അപ്പനും മക്കളൊക്കെ തമ്മിൽ വഴക്കിടില്ലേ. ശിവഭഗവാൻ സ്വന്തം മകനെ കഴുത്ത് വെട്ടിക്കൊന്നപ്പോൾ അമ്മയല്ലേ ലോകം മുഴുവൻ വിറപ്പിച്ച് നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞിട്ട് സ്വയം മകന്റെ ജീവൻ ബലിഞ്ഞു കൊടുത്തത്. അതുപോലെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അപ്പനും മകളും ഒക്കെ ഇപ്പം ചിലപ്പം വാക്കുതർക്കം ഉണ്ടായി കാണും, പല വഴക്കും ഉണ്ടായി കാണും. അത് ഓരോ ഗ്യാപ്പിലും ഓരോരുത്തരും മുതലെടുത്തതാണ്. അകറ്റിക്കൊണ്ടുപോകാൻ ഈ മകന്റെ ഭാര്യയൊക്കെ, അതൊക്കെ കുടുംബത്തിലെ പ്രശ്നങ്ങളല്ലേ. പ്രോപ്പർട്ടി ഇഷ്യൂസ് ഉണ്ടാകും, വേറെ ഇഷ്യൂസ് ഉണ്ടാകും. എന്റെ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും, അവരുടെ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് തരേണ്ടി വരും. അങ്ങനത്തെ പല ഇഷ്യൂസ് ഓരോ കുടുംബത്തിൽ, എനിക്ക് മാത്രമല്ല കല്യാണം കഴിച്ചു പോകുന്ന ഓരോ പെൺമക്കളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതൊരു കേരളത്തിലെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു പ്രശ്നമാണ്. വൺസ് കല്യാണം കഴിച്ചു പോയാൽ പിന്നെ തിരിച്ച് ഒരു സങ്കടത്തിൽ വന്ന വലിയ അക്സെപ്റ്റൻസ് ഒന്നും സ്വന്തം വീട്ടിൽ കിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളായിട്ട് എന്റെ ജീവിതത്തിലും അതൊക്കെ നടന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ള അപ്പൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പച്ചനെ അകറ്റി എടുത്തതാണ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പം ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായ അപ്പൻ എന്തിനൊക്കെയോ ഭയപ്പെടുന്നുണ്ടായിരുന്നു. അവിടെയാണ് CN മോഹനെ ഈ മൂത്ത മകൻ വിളിച്ചു വരുത്തി പാഞ്ഞു വരുമായിരുന്നു. അയാള് വലിയ വെപ്രാളപ്പെട്ടാണ് അയാൾ പാഞ്ഞു വന്നിട്ട് അജയ് തറയില് കുറെ ഡോക്ടേഴ്സ്, നഴ്സുമാരുടെ എല്ലാം മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത്, ഇവിടെ പെൺമക്കള് വേണ്ട, ഞങ്ങള് പാർട്ടി ഉണ്ട് എന്ന്. എവിടെയായിരുന്നു ഈ പാർട്ടി? ഞാൻ എത്രയോ വർഷം, ഇപ്പൊ അനിൽ നമ്പ്യാർ ചോദിക്കുന്നു, ഞാനും എൻ്റെ അപ്പനും തമ്മിൽ അകന്നു പോയി, മാനസികമായിട്ട് ചില അകൽച്ച വന്നു പോയി. അത് എൻ്റെ ഭാഗത്തെ തെറ്റ്, എൻ്റെ ശരി എൻ്റെ തെരിയും, അപ്പൻ്റെ ശരിയും. പക്ഷെ അപ്പനെ ഞാൻ എന്നും ഫോളോ ചെയ്തിരുന്ന വിജയരാഘവനെ വിളിച്ച് ചോദിക്കാനില്ല നമ്പ്യാർ, കെ രാധാകൃഷ്ണനെ വിളിച്ച് ചോദിക്കുക, MV ജയരാജനെ വിളിച്ച് ചോദിക്കുക, KJ ജേക്കബിനെ വിളിച്ച് ചോദിക്കുക. അപ്പച്ചൻ സേഫ് ആയിരിക്കണം, അപ്പൻ്റെ ട്രീറ്റ്മെന്റ് ഫുൾ എല്ലാം സേഫ് ആയിട്ട് നിൽക്കണം, അപ്പൻ സ്വന്തം വീട്ടില് സേഫ് അല്ല എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വഴക്കൊരു വശത്ത് നടക്കും, പക്ഷെ ഇതിന്റെ അപ്പുറത്ത് അപ്പച്ചനോടുള്ള കരുതൽ എന്നോടും അതേപോലെ കരുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ AKG ഭവനിൽ ഡൽഹിയില് മോഹൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്, അങ്ങേരോട് പറഞ്ഞത് എനിക്ക് മോഹൻ പറഞ്ഞിട്ട് അറിയാം, ഞാൻ ആരോടും പോയി സഹായം ചോദിക്കില്ല, അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോയി സഹായിക്കണം എന്ന്. ജേക്കപ്പങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവള് രക്ഷപ്പെട്ട് കണ്ടാൽ മതിയെന്ന്. പുറമേ കാണുമ്പോൾ വഴക്ക് കാണിക്കുന്നത് മാത്രമാണ് ഒരു അപ്പനും മകളും തമ്മിലുള്ള ബന്ധം. ഞാൻ എൻ്റെ അപ്പനെ ചുംബിച്ചിട്ട് പോരുന്ന ആളാണ് എപ്പോ കാണാൻ ചെന്നാലും. ഇല്ലാന്ന് ഈ COTക്കാർ ഇപ്പൊ അവസാനം നോക്കി COTക്കാർ പറയട്ടെ, ഞാൻ അവസാനം കണ്ടപ്പോഴും അപ്പന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ടാണോ പോകുന്നെന്നുള്ളത്. അപ്പച്ചന് അന്ന് കാണുമ്പോൾ അപ്പച്ചൻ ട്രഡീഷനിലാണ്, അപ്പച്ചൻ ഉറക്കത്തിലായിരുന്നു, അറിഞ്ഞു കാണില്ല. പക്ഷെ അപ്പച്ചൻ ബോധം ഉണ്ടായിരുന്നപ്പോഴും ചുംബിച്ചു തന്നെയാണ് പോന്നിട്ടുള്ളത്. ഇത് ഈ അപ്പനും മകളും നമ്മളൊരു വഴക്ക് മാത്രമാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത്? പാർട്ടി ചെയ്ത ക്രൂരതയല്ലേ ഹൈലൈറ്റ് ചെയ്യേണ്ടത്?